രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനാണ്, ഇനി അത് കളയേണ്ടി വരുമോ, എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലേ. അതുപോലെ ഇഡ്ഡലി ബാക്കിയുണ്ടെങ്കിൽ ഇനി കളയണ്ട, ഇതൊന്ന് ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4 മണിത്തെ ചായയ്ക്ക് ഒരു അടിപൊളി സ്നാക്കും കൂടി ആവുകയും ചെയ്യും കേട്ടോ. ഇഡ്ഡലി ഇങ്ങനെ നന്നായിട്ടൊന്ന് കൈവച്ച് പൊടിച്ചെടുക്കുക, നനയ്ക്കൊന്നും ചെയ്യരുത്, നന്നായി പൊടിച്ചെടുത്താൽ മതി. അതുപോലെ ക്രഷ് ചെയ്തെടുക്കുക വേണ്ട, അപ്പോൾ നന്നായി അങ്ങ് എല്ലാം കൂടി ഒട്ടിപ്പോവും, അത് വേണ്ട, പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് സവോള, ചുവന്നുള്ളി ഇടുന്നവരാണെങ്കിൽ ചുവന്നുള്ളി എടുത്തോളൂ, കുഴപ്പമില്ല. സവോള, മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില, പച്ചമുളക്, ഇത്രയും കാര്യങ്ങളൊന്ന് അരിഞ്ഞെടുക്കുക, നന്നായി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് പിന്നെ ഇഡ്ഡലിയിലേക്ക് ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ, കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് വേണ്ടത്. കോൺഫ്ലോർ ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാൽ മതി. അരിപ്പൊടി ആകുമ്പോൾ 4 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും, ഇഡ്ഡലിയിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും എടുക്കുക. പിന്നെ അതുപോലെ ചതച്ച കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അല്പം കുറച്ച് വെള്ളം ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വടയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വടയ്ക്ക് ആവശ്യത്തിന് നമുക്കിങ്ങനെ പിടിച്ചാൽ കിട്ടണം, കുഴഞ്ഞു വരണം, ആ രീതിയിലുള്ള വെള്ളമാണ് ആവശ്യത്തിന് കുറച്ചായിട്ട് തൂവി കൊടുത്ത് കുഴച്ചെടുക്കുക. പിന്നെ അത് പൊരിച്ചെടുക്കുക, അത്രേ വേണ്ടൂ. ഇഡ്ഡലി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയില്ല, നല്ല ഉഴുന്നുവടയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, ഇഡ്ഡലി അടിപൊളിയായിട്ട് ചിലവായി പോകും.